അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ അൾത്താരയിൽ നിൽക്കാൻ എനിക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ കുടുംബത്തിനും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ഒന്നാമതായി എൻ്റെ പേര് റീന. ഞാൻ കുറുമുള്ളൂർ നിന്ന് വരുന്നു. സെൻറ്റ് മേരീൻസ് പാറേപ്പള്ളി ഇടവകയിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ കോട്ടയം ജില്ലയിലാണ്. എൻ്റെ പേര് ഹസ്ബൻഡിൻ്റെ പേര് ജോസഫ് എന്ന്. ഒന്നാമത്തെ സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ വീട് ജപ്തിയായി പോയതാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 10/6/2024 എനിക്ക് ഒരു 2 ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിരുന്നു. ആ ലോണ് അടയ്ക്കാൻ പറ്റാതെ വന്ന് ഒരു 8 ലക്ഷം രൂപയോളം എനിക്ക് അടയ്ക്കാൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം എനിക്ക് അടയ്ക്കാൻ സാധിച്ചില്ലായിരുന്നു. ഞാൻ പിന്നെ ജപ്തിയായി പോയി എന്നും പറഞ്ഞ് പത്രത്തിലെല്ലാം പരസ്യം വന്നതാണ്. ഞാൻ അറിഞ്ഞില്ലായിരുന്നു. കുറേ ദിവസങ്ങളോളം കഴിഞ്ഞതിന് ശേഷം ഞാൻ ബാങ്കിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് അതറിയുന്നത്. അവർക്ക് 4 ദിവസത്തെ ബാങ്കിന് അവധി ഉണ്ടായിരുന്ന കാരണമാണ് അവർ ബാങ്കുകാർ എഴുതിയെടുക്കാൻ പറ്റാതെ പോയത്. അത് കാരണം ഇപ്പം വന്ന് അന്വേഷിച്ച് നന്നായി പിന്നെ എന്നെ ഒത്തിരി സെക്രട്ടറി സാർ ഒരുപാട് വഴക്ക് പറഞ്ഞു. അത് ആ 8 ലക്ഷത്തിൽ നിന്നും എനിക്ക് അടയ്ക്കാൻ ഒരു നിവൃത്തിയില്ലായിരുന്നു. ഞാൻ സാറിനോട് കരഞ്ഞു പറഞ്ഞു, സാറ് എങ്ങനെയെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്തു തരണം എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, എങ്ങനെയാണേലും ഒരു 5 അടയ്ക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ സാറേ എനിക്ക് ഒരു നിവൃത്തിയില്ല, എൻ്റെ കാതിലിടാൻ എനിക്കൊരു കമ്മൽ പോലും ഇല്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് ഞാനിത് അടയ്ക്കുന്നത് എന്ന് പറഞ്ഞ് കരഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. എന്നോട് പറഞ്ഞു, ഒരാഴ്ചത്തെ അവധിയെ നിനക്ക് ഞാൻ തരുള്ളൂ, നീ ഇതിനോടകം ചെന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്തു വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞ്, അപ്പം അവർ ലിങ്കേജ് ലോൺ അനുവദിച്ച് എടുക്കാമെന്നും പറഞ്ഞ് എല്ലാവരോടും കൂടി പറഞ്ഞ് അങ്ങനെ 3 ലക്ഷം രൂപ എനിക്കൊരു ലിങ്കേജ് ലോൺ കിട്ടി. ഞാൻ അതുമായി എൻ്റെ മാതാവിൻ്റെ കാശ് രൂപവും മാതാവിൻ്റെ ഉപ്പും കൊണ്ടുപോയി ബാങ്കിലിട്ട് പ്രാർത്ഥിച്ച്, അമ്മേ എനിക്കിതിൽ നിന്ന് എന്തെങ്കിലും വിടുതൽ നീ തരണം, ഞാനിവിടുന്ന് ഇറങ്ങേണ്ട അവസ്ഥയാണ് എനിക്കുണ്ടാകുന്നതെങ്കിൽ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ കൂടെ ഉണ്ടാവണം, ഞാൻ ഇറങ്ങിപ്പോയിക്കോളാം എന്ന് പറഞ്ഞാണ് ഞാൻ അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. ബാങ്കിൽ ചെന്ന് ഞാൻ ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, ശ്വാസപ്രമാണം ചൊല്ലി ഈ ഉപ്പിട്ട് ബാങ്കിന് മേളിൽ കയറിയപ്പോഴും ഞാൻ അവിടെ ഇട്ട് പ്രാർത്ഥിച്ച് സാറിനെ കണ്ട് ഈ 3 ലക്ഷം രൂപ സാറിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, സാറേ ഇതേ എനിക്ക് നിവൃത്തിയുള്ളൂ, ഇതിൽ നിന്നും എനിക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരണം, ഇല്ലെങ്കിൽ ഇതിന് പോകാൻ വഴി എന്തേലും എനിക്ക് ചെയ്യാനൊന്നും മാർഗ്ഗമില്ല, ഒരു പണയം വയ്ക്കാനോ ഒന്നും എനിക്കില്ല, അതുകൊണ്ട് ഇതിൽ നിന്ന് തീർപ്പാക്കി തരണമെന്നും പറഞ്ഞ്. അപ്പോൾ എന്നോട് പറഞ്ഞ് ബോർഡ് മെമ്പറെ കണ്ട് പറയാൻ പറഞ്ഞ്. അങ്ങനെ ബോർഡ് മെമ്പർ ഒരു അപേക്ഷ തന്ന് ആ അപേക്ഷയെല്ലാം കൊണ്ടു കൊടുത്ത് ഈ 3 ലക്ഷം രൂപയ്ക്കകത്ത് എനിക്ക് ഈ വീട് ജപ്തിയായത് എനിക്ക് തിരിച്ചെഴുതി തരാമെന്ന് അവർ വാക്ക് പറഞ്ഞു. 8 ലക്ഷം രൂപയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. എൻ്റെ അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹം കൊണ്ട് മാത്രം, കൃപ കൊണ്ട് മാത്രം എനിക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. ഞാൻ ഒന്നും അല്ലാത്ത ഒരാളായിരുന്നു. ആ വീട് എനിക്കിന്ന് തിരിച്ച് കിട്ടിയതിൻ്റെ ആധാരമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതലായി പറയാനുള്ള സാക്ഷ്യം ഇതായിരുന്നു. പിന്നെ രണ്ടാമത് എൻ്റെ കാലിൻ്റെ ഉപ്പൂറ്റിക്ക് എനിക്ക് ഇരിക്കാനും കിടക്കാനും നിൽക്കാനും ഒന്നും വയ്യാത്തൊരു അവസ്ഥയായിരുന്നു. ആ സാഹചര്യത്തിൽ ഞാൻ അമ്മ മാതാവിൻ്റെ ഈ ഉപ്പിട്ട് വെള്ളം കാലിൽ തിളപ്പിച്ച് പിടിപ്പിച്ച് അത് തുടച്ച് കഴിഞ്ഞാൽ അമ്മ മാതാവിൻ്റെ തൈലം തൊട്ട് പ്രാർത്ഥിച്ച്, അമ്മ എൻ്റെ ഈ കാലുവേദന മാറിയില്ലെങ്കിൽ എനിക്ക് പണിയെടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് ഒരു 6-7 മാസത്തോളം ഞാൻ ഇരിക്കാനും കിടക്കാനും മേലാത്ത അവസ്ഥയെ ഞാൻ അനുഭവിച്ചായിരുന്നു. അതിൽ നിന്നും എനിക്ക് വിടുതൽ കിട്ടി. അതുപോലെ എനിക്ക് 1 വർഷമായിട്ടുണ്ടായിരുന്ന ഒരു മൈഗ്രെയിൻ ആയിരുന്നു. പ്രഷർ കൂടുമ്പോഴെല്ലാം എനിക്ക് ഈ തലവേദന ഉണ്ടാകുമായിരുന്നു. തലവേദന ഉണ്ടാകുമ്പോൾ എനിക്കൊന്നും കാണാനും കേൾക്കാനും മേലാത്ത ഒരു സാഹചര്യമായിരുന്നു. അതിൽ നിന്നും ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ചെങ്കിലും പിന്നീട് ഞാൻ അത് കഴിക്കാതെ ഒരു 6-7 മാസം മിച്ചം ഞാൻ ഈ ഉപ്പും തൈലവും മാത്രം കൊണ്ട് പുരട്ടി പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, അമ്മേ എനിക്കിത് മാറ്റിത്തരാൻ വേറെ ആരുമില്ല, എനിക്ക് ആശുപത്രി പോകാൻ പറ്റത്തില്ല, ആശുപത്രി പോകേണ്ടതിൻ്റെ കാര്യമില്ല, എൻ്റെ അപ്പനും അമ്മയും കൂടെ ഉള്ളപ്പോൾ പിന്നെ ഞാൻ ആരെ തേടിയാണ് പോകേണ്ടത്, നിങ്ങൾ സാധിച്ചു തന്നാൽ മാത്രം മതിയെന്നും പറഞ്ഞാണ് ആ ഉപ്പും തേനും തൈലവും ഉപയോഗിച്ച് മാത്രമാണ് എനിക്ക് ഈ മൈഗ്രെയിൻ മാറി കിട്ടിയത്. അതുപോലെ തന്നെ ജപമാല റാലിയിൽ വരാൻ എനിക്ക് സാധിച്ചു. ജപമാല റാലിയിൽ ഞാൻ ആദ്യ പ്രാവശ്യം ഞാൻ വന്ന് 2023 ഞാൻ വന്നപ്പം ചേട്ടനെ വിളിച്ചപ്പോൾ ചേട്ടൻ വന്നില്ല. 2024 വന്നപ്പോഴും വിളിച്ചപ്പോൾ വന്നില്ല. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പം ചേട്ടൻ എന്തായാലും വരാമെന്നും പറഞ്ഞ് ചേട്ടനും പിള്ളേരും വന്ന്, അവർ വന്നൊന്നും പറയുന്നില്ല, അവരില്ലാത്തതുകൊണ്ട് ചേട്ടൻ വന്നു. ഞങ്ങൾ 2 പേരുടെ ജപമാല റാലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ്, ഞാൻ അമ്മ മാതാവിനെ വലിയൊരു രൂപത്തിൽ ഞാൻ കണ്ടു, എനിക്ക് കാണാൻ സാധിച്ചില്ല, പക്ഷേ എൻ്റെ ചേട്ടൻ കണ്ടു. ഞങ്ങൾ 2 പേരുടെ അങ്ങനെ ജപമാല റാലി വന്ന് സന്തോഷമായി തിരിച്ചുപോയി. എല്ലാ ദിവസവും തന്നെ ഞാൻ മുടക്കാൻ വരുത്താറില്ല. ഞാൻ കഴിവതും
എല്ലാ ദിവസവും തന്നെ ഞാൻ പള്ളിയിൽ പോവും. 2 ആഴ്ച ഒരിക്കൽ കുമ്പസാരിക്കും, കുർബാന കൈക്കൊള്ളുകയും മറ്റുള്ളവർക്ക് സഹായങ്ങളായി ചെയ്യാൻ പറ്റുന്നത് പോലെ എല്ലാം തന്നെ എന്നാലാവും വിധം ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ വൃദ്ധസദനങ്ങളിൽ പോകാറുണ്ട്. ഞങ്ങൾ കൂട്ടുകാരൊക്കെ കൂടിയായിട്ട് പോകും. അവിടെ വസ്ത്രങ്ങളായിട്ടും പൈസയായിട്ടും ആഹാരമായിട്ടും കൊണ്ടു കൊടുക്കാൻ പറ്റുന്ന കഴിവ് പോലെ ചെയ്യും. അതുപോലെ മരുന്നുകൾക്കാണേലും ആര് പറഞ്ഞാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്യും. ഈശോയ്ക്കും അമ്മയ്ക്കും ഇത്രയേറെ അനുഗ്രഹം തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ മരണം വരെയോളം എൻ്റെ അമ്മയുടെയും അപ്പായുടെയും കൂടെ തന്നെ ജീവിക്കാനാണ് എൻ്റെ ആവശ്യം. ഞാൻ എൻ്റെ നിയോഗമായിട്ട് ഞാനൊന്നും തന്നെ ഞാൻ വയ്ക്കാറില്ല. ഞാൻ എൻ്റെ കുടുംബത്തെയും വിശുദ്ധീകരിക്കണമേ എന്ന് മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. എൻ്റെ കൂട്ടുകാരൊക്കെ ഒത്തിരി വേദന അനുഭവിക്കുന്നവരാണ്. എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന ഒത്തിരി മക്കളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നും ഈ നിയോഗം 5ഉം അവർക്ക് വേണ്ടിയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഈ ആൾക്കാരെന്ന് പറയണം അമ്മ എനിക്കിത് ഇനിയും ആ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും. അവരെ കൂട്ടിക്കൊണ്ട് വരുവാനും എനിക്ക് സാധിച്ചു തരണമെന്നാണ് എൻ്റെ പ്രാർത്ഥനയും അപേക്ഷയും. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 13-ാം തിരുവചനം. നിങ്ങൾക്കിത് സാക്ഷ്യം നൽകുന്നതിനുള്ള അവസരമായിരിക്കും. എന്ത് ഉത്തരം പറയണമെന്ന് നേരത്തെ ആലോചിക്കേണ്ടതില്ലെന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ എതിരാളികളിൽ ആർക്കും ചെറുത്തു നിൽക്കാനോ എതിർക്കാനോ കഴിയാത്ത വാക്ചാതുര്യവും ജ്ഞാനവും നിങ്ങൾക്ക് ഞാൻ നൽകും. റീന ജോസഫ് എന്ന ഈ മകൾ തൻ്റെ ജീവിത പങ്കാളിയോടൊപ്പം വന്ന് വലിയ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് ഇവിടെ ഏറ്റുപറയുന്നത്. അവരുടെ 2 ലക്ഷം കടമുണ്ടായിരുന്നത് ബാങ്കിൽ അത് 8 ലക്ഷമായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരവസ്ഥ, അത് പേപ്പറിലെല്ലാം പ്രചരിപ്പിച്ചതായിരുന്ന ജപ്തിയായി. പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സമയ ചുരുക്കത്തിൻ്റെ അമ്മ വളരെ പെട്ടെന്നായിരുന്നു അവരുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് 3 ലക്ഷം രൂപയിലൊതുങ്ങി അതവർക്ക് വീട് സ്വന്തമാക്കാനുള്ള അധികാരം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ അവർക്ക് പ്രാപിച്ചു കൊടുത്തത്. അതുപോലെ തന്നെ അവരുടെ കുടുംബത്തിലെ എല്ലാ ആവശ്യങ്ങൾക്കും ഏതൊരു അസ്വസ്ഥതയിലും മൈഗ്രെയിൻ, 1 വർഷമുണ്ടായിരുന്ന മൈഗ്രെയിൻ, ഇവരുടെ കുടുംബത്തിൻ്റെ അസ്വസ്ഥതകളിൽ അവർക്ക് സാധ്യമായതൊന്നു മാത്രമാണ്. അവരുടെ കയ്യിലുള്ളത് ഉടമ്പടി മാത്രമാണ്. ഉടമ്പടിയും ഉടമ്പടി നേർച്ച വസ്തുക്കളും മാത്രമാണ് അവരുടെ സമ്പാദ്യം. റീന ചെന്നെത്തിയത് എല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം കൊണ്ടാണ്. എല്ലാ സ്ഥലങ്ങളിലും അധികാരികളോടും ബാങ്ക് ഉടമകളോടും പൈസ വായ്പ ചോദിക്കാനുമെല്ലാം ഈ മകൾക്കുള്ള ആകെയുള്ള ആസ്തി ഉടമ്പടി മാത്രമാണ്. ഇന്ന് ഈ അൾത്താരയിൽ മകൾ ഏറ്റുപറയുന്നത്, ഞാൻ എപ്പോഴും ഇനി ഈശോയോട് കൂടെ ആയിരിക്കും. ഞാൻ മറ്റുള്ളവരുടെ ആവശ്യങ്ങളാണ് ഇന്ന് എൻ്റെ നിയോഗത്തിൽ ഞാൻ എഴുതുന്ന ഓരോ പ്രാവശ്യവും ഉടമ്പടി പുതുക്കുമ്പോൾ. വളരെ കടബാധ്യതകളിലായിരിക്കുമ്പോൾ തന്നെ ഇന്ന് റീനയ്ക്ക് പറയാനുള്ളത്, എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന, എന്നെപ്പോലെ വേദനിക്കുന്ന ഒരുപാട് മക്കൾക്ക് വേണ്ടിയാണ് എൻ്റെ 5 നിയോഗങ്ങളും ഞാൻ എഴുതുന്നത്. എൻ്റെ കുടുംബത്തിൻ്റെ വിശദീകരണമാണ് എനിക്ക് ആവശ്യം. സ്വത്തോ പ്രതാപമോ ഒന്നുമല്ല ഇന്ന് ഇവർക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ നിത്യമഹത്വത്തിന് വേണ്ടിയുള്ള ഒരു മുൻകൂർ അച്ചാരം, മുതൽമുടുക്കുമാണ് ഈ സഹനത്തിലൂടെയെല്ലാം നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് റീനയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞ് ഒരു നല്ല കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.